ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലെ തന്നെ മല്ലു പെസ് മാസ്റ്ററായിട്ട് കളിക്കാൻ പോകണം ഗൈസ്. അപ്പം ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ മൂന്നാമത്തെ മാച്ചാണ്. ഫസ്റ്റ് മാച്ച് 1-0 പുള്ളി അയച്ച്, സെക്കൻഡ് മാച്ച് 30, 35, 40 അങ്ങനെ എന്തോ ആയിട്ടേ ഉള്ളൂ. ആ ടൈമിൽ നമ്മൾ കട്ടായിപ്പോയി. ഇപ്പോൾ തേർഡ് മാച്ചാണ്. അപ്പോൾ എന്തായാലും മാച്ചിലോട്ട് പോകാം. അപ്പോൾ ഈ ടൈം എടുത്ത് പക്ഷെ കണക്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഹിയർ വി ഗോ. നമ്മൾ RMF LMF ആണ് യൂസ് ആക്കുന്നത്. നോക്കാം. ഓക്കെ, മെസ്സി നല്ല ഫോമുണ്ട്, അപ്പോൾ AMF ആയിട്ട് ഇടാൻ തോന്നുന്നു. വേറെ ഇപ്പം മല്ലുവിൻ്റെ സ്ക്വാഡ് സീനാണിപ്പോൾ. ഭയങ്കരമായിട്ട് അപ്ഡേറ്റ് ആക്കി കൊണ്ടുവരാണ്. ഡിഫൻസും കൂടിയേ വേണ്ടുള്ളൂ. ഓക്കെ, ഹിയർ വി ഗോ ഗൈസ്. നമ്മളെ മാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട്. കുറച്ച് ഫോക്കസ് ചെയ്ത് കളിക്കണം. പൊട്ടിയാൽ ഗെയിം പ്ലേ ഇടാൻ കഴിയില്ല ഗൈസ്. സോൺ നൈസ്. ഓ ബെക്കംബോറാ, അതെന്തായാലും പൊളിച്ചു. പക്ഷേ ഗോളാക്കാൻ പറ്റില്ല. കുഴപ്പമില്ല, ഫസ്റ്റ് ചാൻസ് ആണ്. ഫസ്റ്റ് ഷോട്ട് നമ്മൾ തന്നെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഹിയർ വി ഗോ. സ്മൈക്കിളാണ് ഗോളി. അതൊരു ടാസ്ക്കാണ്. ഫസ്റ്റ് കളിയിലും അത് തന്നെയാണ് പ്രശ്നമായത്. ഞാൻ കുറേ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്മൈക്കിളൊക്കെ ഒടുക്കത്തെ ഗോളിയാടാ വന്ന് ചെയ്യാൻ പറ്റുന്നില്ല. ഡിഫൻസ് സീനില്ല. പുള്ളിയുടെ ഡിഫൻസ് അത്ര വലിയ അടിപൊളിയല്ല. അതായത് സെൻറ്റർ ബാക്സ് അത്ര അടിപൊളി സെൻറ്റർ ബാക്സ് അല്ല. അതുകൊണ്ട് കുറച്ച് നല്ല കാര്യമാണ്. നൈസ് സോൺ. കിടില റണ്ണ് വലിച്ചു, പക്ഷെ അങ്ങോട്ടേക്കൊന്നും നീങ്ങില്ല. നൈസ് ഡിഫെൻഡിങ് ഗൈസ്. നമ്മൾ സെമി ഓട്ടോ ആണ് കളിക്കുന്നത്. ഇടക്ക് സ്വിച്ച് ആക്കും, ഇടക്ക് ജസ്റ്റ് ടാപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഞാൻ ഒരു പ്ലെയറിനെ കൺട്രോൾ ചെയ്യും. നൈസ് മെസ്സി. മറ്റേ നോക്കാം, പക്ഷെ ഓക്കെ പോയി. ഞാൻ മാക്സിമം ഹോൾഡ് ചെയ്ത് കളിക്കലാണ് ഗൈസ്. ഇപ്പോൾ എല്ലാണ്ട് അക്കൗണ്ട് ഭയങ്കര ചളുങ്ങിയ പോലെ തോന്നുന്നു. എത്ര കളിച്ചിട്ടൊന്നും അങ്ങനെ മെന വരുന്നില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം മെല്ലെ വെച്ച് കൺട്രോളൊക്കെ ചെയ്തിട്ടാണ് കളിക്കുന്നത്. എന്തായാലും അത് ത്രോയിനായിട്ടുണ്ട്. കൺട്രോൾ ചെയ്തുകൊണ്ടാന്ന് തോന്നുന്നു. നട്ടപ്പായിരൊക്കെയാണ് കളിക്കുന്നത് ഗൈസ്. ഉറക്കം വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ. മൂന്നാമത്തെ മാച്ച് നല്ല ചൂട് കൊടുക്കുന്നു ഗെയിം പ്ലേ എടുത്തിട്ട്. ബെക്കംബോർ നൈസ്. ഡിഫെൻഡിങ് എന്തോ ഇമ്പ്രൂവ് ആയ പോലെ ഈ കളി. ഓ നൈസ്. റുമി ആണ്, പക്ഷേ സെൻറ്റർ ബാക്ക് പോരെങ്കിലും നല്ലോണം കളിക്കുന്ന പോലെ തോന്നുന്നു. ബെക്കംബോർ. മെസ്സി നൈസ്. ടേൺ ചെയ്യാൻ വിടുന്നില്ല ഗൈസ്. ഓ പൊളി. മെസ്സി വിച്ച വിച്ചെന്നാ പറയുന്നത്. വിത്തേ പറയണ്ടേ. ഉറക്കം വന്നുകൊണ്ടാന്ന് തോന്നുന്നു. മുടിയൊക്കെ മുറിച്ചിട്ട് പൊട്ടനെ പോലെ ഉണ്ടാവും. ഒന്നും ആരും ശ്രദ്ധിക്കണ്ട. സോൺ. റുമി. പഴം. വേറെന്ത് പറയണ. കഫു. മെസ്സി. നൈസ് വൺ. കോസ്റ്റ ഗൈസ്. ഡബിൾ ബൂസ്റ്ററാണോ അത്? ഇവിടെ കീഴിൽ പോയ കോസ്റ്റ. നൈസ് ലോങ് ബോൾ, പക്ഷെ നടന്നില്ല. മെസ്സി. ഓ ടൊണാറോ ഗൈസ്. കൊക്ക പോലെയുണ്ട്. എന്നതേ ഹൈറ്റാ, എന്നെക്കാട്ടുണ്ടെന്ന് തോന്നല്ലേ. എനിക്ക് നല്ല ഹൈറ്റ് ഉണ്ട് ഗൈസ്. വെറുതെ ഒരു ഓഫ് സൈഡാണ്. ഞാൻ ശ്രദ്ധിച്ചില്ല അത്. കമോൺ കാസമീറോ. പക്ഷേ മിസ്റ്റേക്കാണ് എൻ്റെ. ഇതാണ്, ഞാൻ പെട്ടെന്ന് പാസ് ഇട്ടാൽ ഇപ്പോൾ ഒരു പാസും കണക്റ്റ് ആകുന്നില്ല. ആദ്യമൊക്കെ എത്ര സ്മൂത്തായിട്ട് പെട്ടെന്ന് പാസ് ഇടലുണ്ട് അറിയും. ഓക്കെ എംബാപ്പേ. കഫു. മെസ്സി. ബെക്കംബോർ. ബാക്ക് ടു മെസ്സി. മെസ്സി ഇപ്പുറത്തേക്ക് വരി. കമോൺ മെസ്സി. എത്ര ഫിനിഷിങ് ഉണ്ട് അറിയാം. 95 എങ്ങാണ്ട്, എത്ര 94 എങ്ങാണ്ട് ഫിനിഷിങ് ഉണ്ട്. കിക്കിംഗ് പവർ ഉണ്ട്. കേള് പക്ഷെ ഞാൻ ചെയ്തില്ലല്ലോ, അത് കുഴപ്പമില്ല. ഒരു കാര്യമില്ലാണ്ട്. ലോങ് റേഞ്ച് ഷൂട്ടിംഗ് ഇല്ലേ ഇനി മെസ്സിക്ക്? അതില്ലാത്തോണ്ടാണോ? മെസ്സി നൈസ് വൺ. എടാ ഫൗളാ, ഇതൊക്കെ എന്ത് ഫൗളാ?
നൈസായിട്ട് കളിക്കുന്നുണ്ട് പുള്ളി. പക്ഷേ ആ ഫൈനൽ തേർഡിലേക്ക് എത്താൻ പറ്റുന്നില്ല. എന്തോ എൻ്റെ പ്ലേയേഴ്സൊക്കെ ഇതുവരെ ഇല്ലാത്ത ഡിഫെൻഡിങ്. റിലാക്സ് ആയിട്ട് കളിക്കട്ടെ, ഭയങ്കര ടെൻഷൻ. ഓക്കേ ഓക്കേ സൊർലോത്ത്. അതൊക്കെ ഗോളായിട്ടുണ്ടെങ്കിൽ അത് ഇൻട്രോയിൽ ഇടാം പുള്ളിക്ക്. ഫസ്റ്റ് കളി ജയിച്ചിട്ടാണല്ലേ, അപ്പം ഈ കളി ഞാൻ എങ്ങനെയെങ്കിലും ജയിക്കണം ഗൈസ്. സോൺ ഹ്യൂങ്മിൻ കേള് സോൺ. എൻ്റെ മോനെ, അത് പൊളി. ചാൻസ് എടുത്തില്ല ഗൈസ്, ഞാൻ അവിടെ തന്നെ വിൻ ചെയ്ത് നോക്കിയാണ്. ഞാൻ ടേണിംഗ് ഒന്നും അത്രയൊന്നും ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് ഫ്ലിക്ക് ചെയ്തപാട് ഫിനിഷ് ചെയ്ത് നോക്കിയതാണ്. പക്ഷെ നല്ല കിട്ടിലം പോലെ ക്ലാസ് ആയിട്ട് ചെക്കൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1-0 ഗൈസ്. ഫൈനലി നമ്മളൊരു ഗോൾ അടിച്ചു. എത്രാമത്തെ ഷോട്ട്? 5-6 ഷൂട്ട് ചെയ്തു. സ്മൈക്കിളിനെതിരെ ഗൈസ്, അതൊക്കെ വലിയ കാര്യമാണ്. അപ്പം നമ്മൾ 1-0 ആക്കിയിട്ടുണ്ട്. ഹിയർ വി ഗോ. ഡേവിഡ്സ്, റുഡിഗർ, കമോൺ, മെസ്സി. ഫസ്റ്റ് കളി എക്സ്ട്രാ ടൈം വരെ പോയിട്ടുണ്ടായിരുന്നു. എക്സ്ട്രാ ടൈമിൽ ലാസ്റ്റ് മിനിറ്റിലെങ്ങാറ്റാണ് മല്ലു ഒന്നിട്ടപാടെ തന്നെ കളി കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ. ഓക്കെ, മിസ്റ്റേക്കാണ് അവിടെ ഉണ്ടാക്കിയത് ഗൈസ്. ഫിയറ, സൊർലോത്ത് കുറച്ച് സീനാക്കുണ്ടല്ലോ. ഹൈ ബോൾസ് സൊർലോത്ത്. എടാ അതെന്താ അവൻ? പക്ഷേ എൻ്റെ ഡിഫെൻസ് എന്തും തേങ്ങയാ ചെയ്ത്. ആരത്? സാലിബിയാന്ന് തോന്നുന്നു. വെറുതെ നിൽക്കടാ അപ്പുറത്ത്, മാച്ചപ്പ് പിടിച്ചിട്ട് നോക്കിയിട്ട് ബ്ലോക്ക് ഒന്നും ചെയ്യാണ്ട്. പക്ഷെ നല്ല ഗോളാണ്. നല്ല ഗോളാണ്. അത്യാവശ്യം നല്ല പാസ് ചെയ്തിട്ട് നല്ല കയറി ഉണ്ടായിരുന്നു. ആ ഹൈ ബോൾ എനിക്കിഷ്ടമായി എന്തായാലും സൊർലോത്തിനടുത്ത്. അത് നോക്കടാ, പൊട്ടൻ ചെക്കൻ മുമ്പിൽ എന്നിട്ട് കാല് വെറുതെ മടക്കി വെച്ചേക്കുന്നു. അത് എവിടെയാ ബ്ലോക്ക് ചെയ്യാൻ നോക്കി? അവൻ കോർണർ പോകാണ്ടിരിക്കാൻ ബ്ലോക്ക് ചെയ്താന്ന് തോന്നുന്നു. ഈ ഗോൾ അടിച്ചു, പക്ഷെ കോർണർ പോവില്ല. അപ്പം എന്തായാലും 1-1 ആക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ കഷ്ടപ്പെട്ട് അടിച്ചിട്ട് ഒരു കാര്യമില്ലുണ്ടായി. നൈസായിട്ട് മല്ലടിച്ച് അണ്ണക്കിൽ തന്നു. അപ്പോൾ 1-1 ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കണം. നല്ലോണം ഷൂട്ട് ചെയ്തല്ലേ, ഞാൻ ശ്രദ്ധിച്ചില്ല. ആ മെസ്സിൻ്റെ കേളൊക്കെ ഉണ്ടായിരുന്നു. ശരിയാ. റുമ്മി, എടാ ടേൺ ചെയ്യാൻ വിടുന്നില്ലടാ. നല്ല ഡിഫെൻഡിങ് ഇല്ല ഗൈസ്, ടേൺ ചെയ്യാൻ വേണ്ടിട്ട് വരുന്നില്ല. പക്ക മാർക്ക് ചെയ്ത് നിൽക്കുവാണ്. യൂസിങ് ബ്രെയിൻ ഗൈസ്. കസമിറോ, മെസ്സി. ലാഗ്. റുമ്മി എവിടെയാ ബോൾ പോയെ? എങ്ങോട്ടേക്കാ ഓൻ ഓടിയ? ഒന്നും തിന്നിട്ടില്ല മണ്ടൻ. എൻ്റെ പ്ലേയേഴ്സിന് ഭയങ്കര ആത്മാർത്ഥതയാണ് ഗൈസ്. എങ്ങനെയൊക്കെ പൊട്ടിക്കാൻ നോക്കും കഴിയും, അതൊക്കെ അങ്ങനെയൊക്കെ അവർ ചെയ്ത്. അവിടെ വീണ്ടും സൊർലോത്തടാ. ഇവനെ കൊണ്ട് ഇതന്നെയാണ് പരിപാടി. കേളയിപ്പിച്ച സീനാന്ന് തോന്നുന്നു. പക്ഷെ ഭാഗ്യമുണ്ട് ഗൈസ്, അത് ഗോളായില്ല. റുമ്മി ഇല്ലടാ, ഇത് എന്തെന്നാ? കമോൺ എംബാപ്പേ, ഡബിൾ ടച്ച്. പക്ഷെ ഡബിൾ ടച്ച് ഇട്ടില്ല, എന്നാലും എങ്ങനെയോ ഗ്ലിച്ചായിട്ട് കാലിൽ കിട്ടി. പക്ഷെ കാര്യമില്ല ഗൈസ്. കഫു, കാസമിറോ, മെസ്സി ഇല്ല. ലോങ് ബോൾസ് ആണ് മെയിൻ പരിപാടി. ലോങ് ബോൾ കൗണ്ടർ അറ്റാക്ക് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് തോന്നൂടാ. ഫൗൾ കൊടുത്തായിരുന്നെങ്കിൽ തീർന്നേനെ. പക്ഷെ ഭാഗ്യം കൊണ്ട് ഫൗൾ കൊടുത്തില്ല. എൻ്റെ നല്ല ഡിഫെൻഡിങ് ആണ് സെക്കൻഡ് ഹാഫിൽ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ലോണം ഓമ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ സീനില്ല. എടാ പറ്റത്തില്ലടാ, ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രശ്നമാണ് എൻ്റെ പ്ലേയേഴ്സ്. എൻ്റെ DMFും സെൻറ്റർ ബാക്കൊക്കെ കുറച്ച് ചളിയാണ്. അതുകൊണ്ട് അങ്ങനെ നല്ല സ്ക്വാഡും ഉണ്ട് അപ്പുറത്ത് മല്ലുക്ക്. സെൻറ്റർ ഫോർവേഡൊക്കെ കുറച്ച് സീനാണ്. നൈസ്. ഇതാരാ? ബെക്കംബോറടാ. ക്രോസ് കൊടുത്താൽ മതിയായിരുന്നു. കുഴപ്പമില്ലാണ്ടെന്ന് പറയാനാ. മെസ്സി, റുമ്മി. നൈസ് ഡിഫെൻഡിങ് റിച്ച് ബോയ്. കമോൺ, നൈസ്.
ഇതെന്താ ഇടക്ക് ലാഗ് അടിക്കുന്നേ? നല്ല ചാൻസ് ആയിരുന്നടാ, എംബാപ്പെ നല്ല റൺ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. എടാ ലോങ് ബോൾ കുറച്ച് സീനാട്ടാ. ലോങ് ബോൾ നല്ല ഹൈ ബോൾ, ലോങ് ബോൾ അല്ലല്ലോ അത് വരുമോ. ജസ്റ്റ് ലോ ലെഫ്റ്റഡ് പാസ് കുറച്ച് അടിപൊളിയാണ്. യോ യോ സൊർലോത്ത്, പക്ഷെ അവിടെ ഈ സൊർലോത്ത് കുറച്ച് പണിയുണ്ടല്ലോ പിടിക്കാൻ. ആരാണോ എന്തോ സൊർലോത്ത്. കൺട്രോൾ പോയി, അല്ലെങ്കിൽ അത് പോകാം. എംബാപ്പെ റുമ്മി എന്നതാണ് ഈ രണ്ട് മണ്ടന്മാർ സി എഫിൽ. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങോട്ടേക്ക് പോയിട്ട്. ഞാൻ അത്രയും പേരെ കഷ്ടപ്പെട്ട് എത്തിക്കും, സി എഫ് രണ്ട് മുമ്പിക്കും. വിയറ ഒരു ഷൂട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. മെസ്സി കൊടുത്തത് ഓയ്യോ, ഹണ്ടിനെ വെച്ചിട്ട് കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. പോയി ഗൈസ്. ഇല്ല, ഫസ്റ്റ് ടൈം ഷോട്ടാ അവിടെ നിന്നാണ്. 84 ആയി. അപ്പം മിക്കവാറും ഇത് എക്സ്ട്രാ ടൈമിലേക്ക് പോകുമെന്ന് തോന്നുന്നു. എക്സ്ട്രാ ടൈം പോയാൽ പുള്ളിക്കാരൻ എന്തോ സെക്കൻഡ് ഹാഫിൽ ഓൾറെഡി ഒരിക്കൽ വിന്നായതാണ്. അപ്പോൾ അഡ്വാൻറ്റേജ് ഉണ്ട്, ഈസി ആയിട്ട് ജയിക്കാനുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടാവും. നമുക്ക് നോക്കാം. സോൺ, എംബാപ്പെ. എടാ ലാസ്റ്റ് അറ്റാക്ക് ആയിരുന്നു ഗൈസ്, അതൊന്നും നശിപ്പിച്ച്. ഇത് ഭയങ്കര ഓവർ ടൈമായ പോലെ തോന്നുന്നുണ്ട്. ഇത് കണ്ടന്റ് ആക്കുമ്പോൾ എങ്ങനെ എത്ര ടൈം ഉണ്ടാവും എന്തോ. നിങ്ങളിരുന്ന് കണ്ടാൽ മതി ഗൈസ്, കണ്ടാർക്കെല്ലാം സ്വർഗം കിട്ടട്ടെ ഗൈസ്, അത്രേ പറയുന്നുള്ളൂ. എന്നാലേ എനിക്കെന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും ഫുൾ ടൈം ആയിട്ടുണ്ട്. 1-1 ആണ് ഗൈസ്, 1-1 ആണ്. പുള്ളിക്കാരൻ 9 ഷോട്ട് 7 ഉണ്ട് ടാർഗറ്റ്. അപ്പോൾ എന്തായാലും നമ്മളെ എക്സ്ട്രാ ടൈം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഹിയർ വി ഗോ. ഡേവിഡ്സ് പുള്ളിക്കാരൻ നല്ല ചേഞ്ച് വരുത്തിയിട്ടുണ്ടെന്ന്. എടാ അതൊരു പാസ് പോയായിരുന്നെങ്കിൽ പൊട്ടിയാനെ. ഇതാണ് എൻ്റെ ഡിഫൻസിൻ്റെ കുഴപ്പം ഗൈസ്. ഗൈസ് ഇല്ല, രക്ഷപ്പെട്ട്. കമോൺ സല, റൊമാരിയോ. നമ്മൾ റൊമാരിയോനെ ഇറക്കിയിട്ടുണ്ട്. എന്തായാലും ഞാൻ ആ ഭാഗം കട്ട് ചെയ്യും. ഓൾറെഡി ഭയങ്കര എടാ. ഓ എന്നിട്ട് ചെക്കൻ അടിച്ചടാ, അത് അടിപൊളിയായിട്ട്. ഇങ്ങനൊക്കെ അടിക്കും ഹാലൻഡ്. ഓഫ് ബാലൻസ് ആയിട്ട് ബോൾ പോയെന്ന് ഞാൻ വിചാരിച്ചേ, അപ്പോൾ കിടിലം പോലെ അടിക്കുന്നു. ഓ നല്ല ഹോൾഡിങ് ആണ്. ഇല്ല, ഇതന്നെയല്ല, ഹൈ ബോൾ കുറച്ച് ടാസ്ക് ആണ് ഗൈസ്, എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല. ഒന്നാമത് ഞാൻ മാച്ച് പ്ലെയർ ആയതുകൊണ്ട് എനിക്ക് അത് മാത്രമേ കഴിയുള്ളൂ. ഈസി. സോണിമിൻ, കസമീറോ, സോണിമിൻ, സല, റൊമാരിയോ. ഇതാ ഹൈ ബോൾ കണ്ട, കുറച്ച് പണിയാണ്. അത് ചെറിയ ലാഗ് ഉണ്ടായിന്, എന്താ അറിയില്ല. കോസ്റ്റ പാസ്, റീസ്, വൺ ടച്ച് പാസ്, അഗൈൻ വൺ ടച്ച് പാസ്, സല, ബാക്ക് ടു ഹാലൻഡ്. ഇറ്റ്സ് ഹാലൻഡ് ഗൈസ്, യെസ്. നമ്മളങ്ങനെ 2-1 ആക്കിയിട്ടുണ്ട്. വീണ്ടും ലീഡ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇതെങ്ങനെയെങ്കിലും സെക്യൂർ ആയിട്ട് വിന്നെടുക്കണം. യോ അങ്ങനെ എക്സ്ട്രാ ടൈമിൽ അത്രയും ടൈം വേണ്ടി വന്നു നമുക്ക് ഒരു ഗോൾ അടിക്കാൻ വേണ്ടി ഗൈസ്. ഞാൻ കുറച്ചേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ, പക്ഷെ എഫക്റ്റ് കൂടുതൽ എൻ്റെ ഷൂട്ടിനാന്ന് തോന്നുന്നു. ഞാൻ പക്ഷേ കുറേ ചാൻസ് മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു ഷൂട്ടിങ്ങിൻ്റെ. അപ്പം 2-1. ഹിയർ വി ഗോ അഗെയിൻ. നൈസ്. കസമീറോ, സല. ടേൺ ചെയ്യാൻ ടൈം തന്നില്ല. അതിന് മുമ്പേ സെക്കൻഡ് ഹാഫ് വിസിൽ വിളിച്ചിട്ടുണ്ട്. ഹിയർ വി ഗോസ് ഫോർ ദ സെക്കൻഡ് ഹാഫ്. അങ്ങനെ ഒരു 15 മിനിറ്റും കൂടി. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു പെനാൽറ്റി ഷൂട്ട് ഔട്ട് ഉണ്ടാവുന്നതാണ്. അതാണെങ്കിൽ ചിലപ്പോൾ അടിപൊളിയാവും. പുള്ളി ഗോൾ അടിച്ചാൽ പെനാൽറ്റി ആവാൻ ചാൻസ് ഉണ്ട്. മത്തേസ്, കാസ്മീറോ, ഒലീസ്. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുണ്ട്. 10 മിനിറ്റും കൂടി. നൈസ് പാസ് മാൻ. സോണിയമ്മനൊക്കെ പാസ് എടുത്ത് നോക്കിയേ. മെസ്സി, സോറി സല, ഒലീസ്. നൈസ് വൺ. കാസമീറോ. പുള്ളിയാണ് പിന്നല്ല. സോണിയമ്മൻ. ഞാനൊരു കട്ടിങ് സൈഡ് ചെയ്യാൻ നോക്കിയതാണ്, പക്ഷെ നടന്നില്ല.
എനിക്ക് ഫേക്ക് ഷോട്ട് നല്ലോണം ഇംപ്ലിമെൻറ്റ് ചെയ്യണം നമ്മളെ ഗെയിം പ്ലേയിൽ, എന്നാലേ കാര്യം ഉണ്ടാവും തോന്നുന്നു. ഞാൻ ഭയങ്കര സ്ലോ ആയിട്ട് കളിക്കുമ്പോൾ ഫേക്ക് ഷോട്ടും സ്കില്ലൊക്കെ ഇടയ്ക്ക് ഇട്ടാൽ ചിലപ്പോൾ ഭയങ്കര എഫക്റ്റീവ് ആവും തോന്നുന്നു. ഓ നൈസടാ മോനെ, നൈസടാ. അത് കയറുന്ന ഞാൻ വിചാരിച്ചില്ല, ത്രോയിലേക്ക് പോകുന്നു വിചാരിച്ചിട്ടുണ്ടായേ. ഈസി സോൺ, വൃത്തിയിട്ട ഫിനിഷ്. റീസ് ഏറ്റവും ലാസ്റ്റ് മിനിറ്റ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കളി ജയിച്ചിട്ടുണ്ട്. 2-1 വിന്നായി. അപ്പം നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട് ഈസി. അപ്പം ഫസ്റ്റ് ലീഡ് എടുത്തു, പുള്ളി തിരിച്ചടിച്ചു. നൈസ് ഗോളായിരുന്നു കേട്ടോ. സൊള്ളോത്തിൻ്റെ ആ ഒരു ടേണും കേളും. എൻ്റെ ഡിഫൻസിൻ്റെ മിസ്റ്റേക്കാണ്, പക്ഷേ 133 പാസ് 103 കംപ്ലീറ്റഡ്, 139 പാസ് 109 കംപ്ലീറ്റഡ്. ഏകദേശം സെയിം ആണ് സ്റ്റാറ്റ്സ് ഒക്കെ. നമുക്ക് 52%, ഇതെന്താ, നമുക്ക് 52% പൊസിഷൻ ഉണ്ട്. ഞാൻ ബോൾ കുറച്ചും കൂടി ഹോൾഡ് ചെയ്ത് കളിക്കുന്നതുകൊണ്ടാണ്. 9 ഷോട്ട് 6 ടാർഗറ്റ്. നമ്മൾ ഡൊണാറുമ സ്മൈക്കിളിനെക്കാട്ടും സേവ് ചെയ്തടാ, 4 സേവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും പ്ലെയർ റേറ്റിംഗ് നോക്കുക. ആരാണ്? സൊള്ളോത്താണ് അപ്പുറത്ത്. സൊള്ളോത്ത് 7.0, നമ്മളെ സോണാണ്. അപ്പം ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ട സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് ടൈം ആണെങ്കിൽ എന്തായാലും സബ് ചെയ്യുക. പുതിയ ഗെയിം പ്ലേസ് വരുന്നതായിരിക്കും. ഇപ്പോൾ അടിപൊളി ഗെയിം പ്ലേസ് വരുമ്പോൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ബെല്ലൈക്കണം നിങ്ങൾ അമർത്തിക്കോ. അത് നിങ്ങളിഷ്ടമാണ്, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഇതുവരെ പറയാത്തൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ. ബൈ ഗൈസ്.